എന്ത് ജനനായക മൂവി റിവ്യൂ കാണാൻ വന്ന അപ്പൊ നീ ലീക്ക്ഡ് ഇറങ്ങിയത് കണ്ടല്ലേ? എടാ നിന്നെ പോലീസ് പിടിക്കൂടാ പൈലേ. ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2026 ജനുവരി 9 പൊങ്കൽ റിലീസിനെത്തേണ്ട തമിഴ് ചലച്ചിത്രമായിരുന്നു ദളപതി വിജയ് നായകനായ ജനനായകൻ. എച്ച് വിനോദാണ് സംവിധാനം, അനിരുദ്ധ് രവിചന്ദ്രാണ് മ്യൂസിക് ചെയ്യുന്നത്. നിർമ്മാണം ചെയ്തിരിക്കുന്നത് കെവിൻ പ്രൊഡക്ഷൻസ് ആണ്. മമിത ബൈജു, പൂജ അഗ്ഡെ, നരേൻ, പ്രകാശ് രാജ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം കൂടെയായിരുന്നു ഇത്. പൊങ്കൽ റിലീസിന് എത്താത്തത് എന്താണ്? സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല പ്രശ്നങ്ങളാലും കോടതിയും കേസുമായിട്ട് പോവേണ്ടി വരുന്നത്. അങ്ങനെ ഒരുപാട് സമയങ്ങൾ പിന്താങ്ങിയാണ് ഇപ്പോൾ 3 മാസങ്ങൾക്ക് ഇപ്പുറം ഏപ്രിൽ 9 സിനിമ റിലീസ് എന്ന് പറയില്ല, സിനിമ ലീക്ക് ചെയ്തിരിക്കുകയാണ്. അത് ആര് ചെയ്തു, എന്തിനു ചെയ്തു, ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ആര് പറഞ്ഞു ചെയ്തു എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇത് പുറത്തേക്ക് പോയത്, ലീക്കായതെന്നുള്ളത്. ഇത് വിജയുടെ മാത്രം ഒരു സിനിമയല്ല. ഇതിൽ ഒരുപാട് പേരുടെ ജോലിയുണ്ട്, ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക്, എഫേർട്ട്, ഒരുപാട് പേരുടെ പാഷൻ, ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഈ സിനിമയിലുണ്ട്. സംവിധായകൻ, മ്യൂസിക് ചെയ്യുന്ന ആള്, പ്രൊഡ്യൂസർ, പണം മുടക്കുന്ന ആള്, ആൻഡ് മറ്റ് അഭിനേതാക്കള്, മറ്റു ജോലിക്കാർ, അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളാണ് വെറും നിമിഷങ്ങൾ കൊണ്ട്, ഒരു രാത്രി കൊണ്ട് കളഞ്ഞത്. 1.5 വർഷത്തോളമായിട്ട് എടുക്കുന്ന ഈ ഒരു സിനിമയെ ഒറ്റ രാത്രി കൊണ്ട് ഓൺലൈനിൽ ലീക്കാക്കി ഇത്രയും പേരുടെ കഷ്ടപ്പാടിന് പുല്ലുവിലയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ആരാണ് ചെയ്തെന്നായിരുന്നാലും ചെയ്തത് തന്നയില്ലാത്തരം തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. ഒരാളുടെ വ്യക്തിപരമായുള്ള ദേഷ്യത്തിൽ, ഒരാളുടെ വൈരാഗ്യത്തിൻ മൂലം ഇങ്ങനെ ചെയ്യുന്നത് എന്ത് നെറുകേടാണ്. നിങ്ങൾ വിജയോടുള്ള ദേഷ്യത്തിലാണ്, അല്ലെങ്കിൽ വിജയോടുള്ള വൈരാഗ്യത്തിലാണ്, അല്ലെങ്കിൽ വിജയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ വേദനിപ്പിച്ചത് വിജയെ മാത്രമല്ല, ആ ഒരു സിനിമയെ മൊത്തത്തിലുള്ളവരാണ്. എത്ര പേരുടെ കഷ്ടപ്പാടാണ്, എത്ര പേരുടെ ഉറക്കമില്ലായ്മയാണ് നിങ്ങൾ കളഞ്ഞത്. സിനിമ എന്നതൊരു വലിയൊരു കൂട്ടായ്മയാണ്. ആ സിനിമയിലെ ഇത്രയും പേരെ കഷ്ടപ്പാടാണ് ഒറ്റ രാത്രി കൊണ്ട് ഓൺലൈനിലൊക്കെ ഇറക്കി വിട്ട് അത്രയും ഈ ഒരു പ്രഷർ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് എന്തോ നിർബന്ധമുള്ളതല്ലേ. നിങ്ങൾ അദ്ദേഹത്തിനെ ഇമോഷണലി അറ്റാക്ക് ചെയ്തു, പേഴ്സണലി അറ്റാക്ക് ചെയ്തു, മെന്റലി അറ്റാക്ക് ചെയ്തു, ഇപ്പോൾ ഫൈനാൻഷ്യലിയും അറ്റാക്ക് ചെയ്യാനുള്ള പ്രവണതകളാണ് നിങ്ങൾ ചെയ്തു വരുന്നത്. എന്തൊക്കെ തന്നെ ഇരുന്നാലും ഇതൊന്നും അങ്ങനെ ഒരു രീതിയിലും നിങ്ങൾ വകവയ്ക്കാനും പോകുന്നില്ല, ഒരു രീതിയിലും അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ റിലീസ് ചെയ്തത് പ്രീമിയം HD ക്വാളിറ്റിയിൽ, ലീക്ക് ചെയ്തത് പ്രീമിയം HD ക്വാളിറ്റിയിലുള്ളതാണെങ്കിൽ ഇതേ ആൾക്കാർ, ഈ കണ്ട ആൾക്കാർ എന്നെ തിയേറ്ററിൽ കാണാനും വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത വരുന്നത്. കാരണം ഇതിലെ നായകൻ്റെ പേര് ദളപതി വിജയ് എന്നാണ്. ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യും. ആ ഒരു നാൾ അത് 1.5 നാളായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഇത് കുറിച്ച് വെച്ചോ. നിങ്ങളിപ്പം പ്രീമിയം HD ക്വാളിറ്റി ഇറങ്ങി, ഇനി ആരുടെ തിയേറ്ററിൽ പോയി കാണും, ഇനി എങ്ങനെ കളക്ഷൻ കിട്ടും, ഇനി തിയേറ്റർ നിറയും എന്നൊക്കെ ഉള്ള ഒരു സംസാരം നിങ്ങൾക്ക് ഉണ്ടാകും. ഈ പറഞ്ഞ ആൾക്കാരും, ഈ കണ്ട ആൾക്കാരും, ഈ ഷെയർ ചെയ്ത ആൾക്കാരും, ഈ ലീക്ക് ചെയ്ത തന്തയില്ലാത്തവരും ചെയ്തവരും ചെയ്യാൻ പ്രേരിപ്പിച്ചവരും വരെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും, ആള് കൂടും, കളക്ഷൻ കയറും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിലെ നായകൻ്റെ പേര് ദളപതി വിജയ് എന്നാണ്. അപ്പോൾ അതിലൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അയ്യോ ടെലിഗ്രാമിൽ ഇറങ്ങിയടേ, ഷെയർ ചെയ്തേ, എല്ലാവരും ട്വിറ്ററിൽ ഇറങ്ങിയടേ, ഒരു പ്രശ്നവുമില്ല. ഇറക്കിക്കോ, സന്തോഷമായിട്ട് ഇറക്കിക്കോ, കണ്ട് മതിവരോളം കണ്ടോ, കണ്ടിരുന്നോ. തിയേറ്ററിൽ വരുമ്പോഴും നീയൊക്കെ കാണാൻ വരുമെന്ന് നമുക്കും അറിയാം, ടിക്കറ്റ് ചോദിച്ചു വരുമെന്നും നമുക്കും അറിയാം. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ല, ഞങ്ങൾ അത് ബോധേഡാവുന്നേ ഇല്ല. കാരണം ദളപതി വിജയ് നായകനായ ചിത്രമാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഈ സിനിമയിൽ അയ്യോ എല്ലാം റിലീസായി, ലീക്കായല്ലോ, ഇനിയിപ്പം തിയേറ്ററുകാരൊക്കെ എടുക്കുമെന്ന്. ഇപ്പോഴും സ്റ്റിൽ തിയേറ്ററുകാർ വെയിറ്റിംഗ് ആണ്. തിയേറ്ററുകാർ ചുമ്മാ അതെടുക്കും, ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചുമ്മാ എടുക്കും, അവർക്കുള്ളത് അവർക്ക് കിട്ടുമെന്ന് അറിയാം. കാരണം നിങ്ങളിപ്പോൾ ഓരോന്ന് ചെയ്യും തോറും അതിൻ്റെ എഫക്റ്റ് കൂടി വരികയാണ്. സിനിമ ഇറങ്ങുമ്പോൾ അത് ഡബിൾ എഫക്റ്റിൽ വരും. കുറച്ച് പേരും ഇവിടെ കേസരിയാണ്, അതിൻ്റെ സെയിം സാധനമാണ് ഇതിൻ്റെ അകത്ത്, അത് ഈ സെയിം സ്റ്റെൻഡേ, സെയിം ഇൻട്രോയുടെ, സെയിം പാട്ടടെ, എന്തോടെ ഇത് അന്നേ റൊസികർക്ക് വേണ്ടി ഇറക്കിയതേ. അവരൊരു സന്തോഷത്തോടെ എന്തൊക്കെയോ പറയാണ്. കാരണം അവർക്ക് അവരുടെ സ്വന്തം ഇഷ്ട നടന്മാരുടെ പടങ്ങൾ ഇറങ്ങുന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അവർ തമിഴ്നാട്ടിലുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അവർ TV-യിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നിരുന്നാലും അവർക്ക് ദളപതി വിജയ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞേ പറ്റൂ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല. കാരണം അവരാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ അവരാരെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ അവരാരെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരാളെ ശ്രദ്ധയിൽപ്പെട്ട് സംസാരിക്കണ്ടേ. അതുകൊണ്ട് ആ ശ്രദ്ധിക്കുന്ന ഒരാളെ അവർ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. എന്ത് മറിമായും. അപ്പോൾ അതുകൊണ്ട് പടം ലീക്കായിട്ട് അതുകൊണ്ട് ഒരു വിഷമവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല. ഇതൊക്കെ
പ്രത്യേകിച്ച് തളപതി ഫാൻസിന് ഇതൊക്കെ നേരത്തെ അറിയാവുന്നതാണ്. അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഫേസ് ചെയ്യാനൊക്കെ അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. കാരണം ഇന്നും നാളെയല്ലല്ലേ എല്ലാ സിനിമകളിലും ഇത് തന്നെ നടക്കുന്നുണ്ട്. ഇവരെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുവരും, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരും. ഇപ്പം തന്നെ 9-ാം തീയതി റിലീസ് ചെയ്യേണ്ടത് മാറ്റി ഇപ്പം ഇതുവരെ കൊണ്ടാക്കി. അവസാനം ഒന്നിനും തടയാത്തതുകൊണ്ട് ഇലക്ഷൻ മുമ്പായിട്ട് ലീക്ക് ചെയ്തു. അവസാനം വിജയ് ഈ പൊളിറ്റിക്സ് ഇത്രയും എല്ലാ ആൾക്കാരിലും എല്ലാവരും സ്നേഹം പിടിച്ചു പറ്റി, ഇത്രയും ക്രൗഡും ഇത്രയും പോളും എല്ലാം കാര്യങ്ങളും കണ്ടപ്പോൾ ആർക്കും പിടിക്കുന്നില്ല, ആർക്കും ഒരു സമാധാനമില്ല. ഫ്രസ്ട്രേഷൻ വീട്ടിലിരുന്ന് ടെൻഷനാണ് അവർക്കൊക്കെ. അതുകൊണ്ട് വീണ്ടും ഇത് ഇറക്കി വിജയ് ഇലക്ഷനിൽ നിന്ന് തിരിപ്പിക്കാതെ വിജയ് ടെൻഷനാക്കാന്നൊക്കെയാണ് വിചാരമെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതങ്ങനെ നടക്കത്തുമില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ഇതൊരു ഇമ്പാക്റ്റ് ആയോ എന്ന് വെച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഈ HD പ്രീമിയം ക്വാളിറ്റിയിൽ ഇറങ്ങിയാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് എല്ലാവരും കണ്ടിട്ട് ആടി ഡാൻസ് കളിച്ചിട്ടേ ഇരിക്കും. അത് അത്രയേ ഉള്ളൂ, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അതിന് ഇഷ്ടമുള്ള ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചെയ്യും, അത് പുതിയതായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും. ലീക്ക് ചെയ്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് വാ, അല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാവരും ഓടി ജനനായകൻ റിവ്യൂ ആണോ വന്നിരിക്കുകയാണ് ആടി എല്ലാവരും കേസ് പിടിച്ച് പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അതൊക്കെ ഇനി കണ്ടി തന്നെ അറിയണം. അപ്പം ഇത് ജനനായകൻ റിവ്യൂ ആണെന്നല്ലേ കയറി വന്നത്. ജനനായകൻ റിവ്യൂ ആണ്. ഞാൻ ലീക്കഡൊന്നും കണ്ടിട്ടില്ല, ലീക്കഡ് കാണത്തുമില്ല, ലീക്കഡ് ഷെയർ ചെയ്യത്തുമില്ല, ലീക്കഡ് സ്റ്റോർ ചെയ്യത്തുമില്ല, ലീക്കഡ് ഒരാൾക്കും പറഞ്ഞു കൊടുക്കത്തുമില്ല. അഥവാ തന്നെ എൻ്റെ കയ്യിൽ വന്നാലും ഞാൻ അത് ഡിലീറ്റ് ചെയ്തും വിടും, അതിൽ വേറെ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഉടനെ ജനനായകൻ റിവ്യൂ സിനിമ ഇറങ്ങും, അപ്പം ഞാൻ ഇറക്കും, അപ്പം നിങ്ങൾ ഓടി വന്നാൽ മതി മക്കളെ. അപ്പം തളപതി വിജയ്ക്ക് ഇതൊന്നും ഒരു പുത്തരിയില്ല. അദ്ദേഹം കാരിക്കുടിയിൽ ഇപ്പം ഒരു TV പ്രചാരണമായിട്ട് എൻജോയ് നടക്കുകയാണ്. പിന്നെ പ്രൊഡ്യൂസർക്ക് ബുദ്ധിമുട്ടുണ്ട്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. അത് തളപതി വിജയ്ക്കും ബുദ്ധിമുട്ടുണ്ട്, തളപതി ഫാൻസിനും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ സിറ്റുവേഷൻ അങ്ങനെയാണ്. കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ട, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തളപതി ഫാൻസിനെ സംബന്ധിച്ചോളം ഇത് ഒരു പ്രശ്നമല്ല. കാരണം എന്തായാലും സിനിമ റിലീസ് പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. പ്രൊഡ്യൂസറിന് ടെൻഷനൊന്നും ആവണ്ട, ഇത്രയും നല്ല രീതിക്ക് തന്നെ എല്ലാം നടക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. എല്ലാം ഹോപ്പ്ഫുള്ളി നല്ല രീതിക്ക് തന്നെ നടക്കട്ടെ. ബട്ട് ഇത് തളപതിയെ മെൻ്റലി പ്രഷറാക്കാനും തളപതിയെ എന്നാണ് നിങ്ങൾ വിചാരിക്കണത്. അതിനൊന്നും ഒരു കാര്യമൊന്നുമില്ല, അതൊക്കെ നല്ല രീതിക്ക് തന്നെ നടന്നു പോയിക്കോളും. പിന്നെ ഈ ഹേറ്റേഴ്സ്, ഈ ഷെയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഈ പോസ്റ്റ് ചെയ്യുന്നവരോട് എനിക്ക് പറഞ്ഞാലുള്ളത്, എന്തെങ്കിലും ചെയ്തിട്ട് പോകണേ നിങ്ങൾ കാണും. ഞാൻ പറഞ്ഞാൽ നീയൊക്കെ കേൾക്കാനാ പോണ് ഇല്ല, നീയൊക്കെ എന്തായാലും ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ സത്യമാണ് നിങ്ങളുടെയൊക്കെ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് എത്ര വർഷമായിടാ, അല്ലെങ്കിൽ സിനിമയൊക്കെ ഇവിടെ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് എത്ര വർഷമായിടാ, അല്ലെങ്കിൽ നീയൊക്കെ ആൾക്കാരൊക്കെ നിൻ്റെയൊക്കെ ആൾക്കാരിവിടെ ഉണ്ടെന്ന് വല്ലവരും അറിയാടാ. എന്നിട്ട് കുറച്ച് കിട്ടിയ ചാൻസില്ല, അപ്പം മുതലാക്കാൻ വേണ്ടി കുറച്ച് പേരും പിന്നെ കുറേ ഫേക്ക് ഐഡി, മെജോറിറ്റിയും ഫേക്ക് ഐഡികളാണ്. എന്നിട്ട് അതിന് ചീത്ത വിളിയും കുറേ കമൻറ്റുകളും കുറേ വൃത്തിയായിട്ട പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ. സന്തോഷം പോലെ ചെയ്യും, അമ്മമാർക്ക് ഇതെങ്കിലും ഒരു സന്തോഷമാവട്ടെ. അപ്പോൾ ജനനായകൻ റിവ്യൂ ഞാൻ സിനിമ റിലീസ് ഒഫീഷ്യലായിട്ട് കേവിൻ പ്രൊഡക്ഷൻസ് ഇടുമ്പോൾ റിലീസ് ചെയ്യും. ആൻഡ് കേവിൻ പ്രൊഡക്ഷൻസ് തന്നെ ഇപ്പം പബ്ലിക്കായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്, അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ക്രിമിനൽ ഒഫൻസ് ആണ്, ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, സ്റ്റോറിങ് ഡൗൺലോഡിങ് അത് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് എവിടെയൊക്കെ ആയിരുന്നാലും അതുകൊണ്ട് നോക്കി ഇങ്ങനെയൊക്കെ ചെയ്യുക. ചിലപ്പം നമുക്ക് ഹോപ്പ്ഫുള്ളി ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും പിടിക്കണമെന്നില്ല, ചിലപ്പോൾ പിടി വീണത് നമുക്കറിയാവുന്ന ഒരാൾക്കായിരുന്നാലും അതുകൊണ്ട് സൂക്ഷിക്കുക. എന്തായാലും ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങളും ചെയ്യേണ്ട, കാരണം പറയാൻ പറ്റൂല. പിന്നെ ബാക്കിയൊക്കെ നിൻ്റെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്ത് ഇനിയും നല്ല വീഡിയോസായിട്ട് വരാം, മൂവി റിവ്യൂസായിട്ട് വരാം, സോങ്സ് ആൻഡ് ട്രെയിലർ റിയാക്ഷൻസ് ആയിട്ട് വരാം. അപ്പോൾ ലവ് യു ഗൈസ്. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരുപാട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക. നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല, എന്നെയും നിങ്ങൾ ഒരിക്കലും മറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു.